അങ്ങനെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എന്താ പറയുക ഒരു 12,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ നെഞ്ഞിട്ട്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ആകെ പൊട്ടപ്പിയായിട്ടിരിക്കുകയാണ്, ബിക്കോസ് ഹോസ്പിറ്റലിൽ പോയി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഞാൻ മുന്നേ ഒരു കാര്യം പറയണം, അതായത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചൊരു ടോപ്പിക്കായിരുന്നു എബൌട്ട് ഹെൽത്ത് ഇൻഷുറൻസ്. അതിൻ്റെ ഏറ്റവും, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ എടുക്കാൻ പറ്റാതിരുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബിക്കോസ് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലെ സെക്കൻഡ് മന്തിലാണ്. അപ്പോൾ ഏകദേശം എത്രത്തോളമായി എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, ഞാനൊരു എമൗണ്ട് പറയുന്നില്ല, നമ്മുടെ എമൗണ്ട് വന്നിട്ട് ഒരു, അതായത് ഒരു സി സെക്ഷൻ്റെ ഡെലിവറി എക്സ്പെൻസിൻ്റെ അത്രയും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക്. എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ, മെറ്റേണിറ്റി കവർ ആവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവുമായിരുന്നെങ്കിൽ അത് ഒരു മച്ച് ബെറ്റർ എന്നൊരു ലെവലിലേക്ക് എത്തിയിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയധികം കാശ് പോവില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ ആസ്മ, അതായത് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ബ്രോൺകിയൽ ആസ്മയുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ മെഡിക്കൽ ഇൻഷുറൻസിലും ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള കവറേജസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ മുന്നേയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിലൊന്നും ഈ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നില്ല നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സൈഡിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ച് അതിങ്ങനെ നീട്ടിപ്പോയി. അപ്പോൾ ഞാൻ മെറ്റേണിറ്റി കവറേജുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും പ്രഗ്നൻ്റ് ആവാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊരു മാസം ഒരു 1,000-1,500 രൂപയുടെ ഉള്ളിൽ നമുക്ക് EMI വരുള്ളൂ. ആ സമയത്ത് നിങ്ങൾ എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് മെറ്റേണിറ്റി കവറേജ് വരുന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അതല്ല കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത നോർമൽ കേസസ് ഒക്കെ ആണെങ്കിൽ ഇത്രയധികം വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ എൻ്റെ ഒരു ആദ്യത്തെ 4 മാസത്തെ എൻ്റെ ഒരു എക്സ്പെൻസാണ് പറഞ്ഞത്. ഒരു ഡെലിവറിയിൽ സി സെക്ഷൻ കഴിയേണ്ട അത്രയും എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇന്ന് വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലവാണ്. നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് മെറ്റേണിറ്റി കവറേജിനെ അല്ലെങ്കിൽ മെറ്റേണിറ്റി എന്നൊരു പ്ലാനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടല്ല കേട്ടോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നത്. മെയിൻലി എൻ്റെ ആസ്മയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ആസ്മയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ കുറേ എന്താ പറയുക ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആസ്മയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു മെഡിക്കൽ ഹിസ്റ്ററി, അതായത് കഴിഞ്ഞ മെയ് 28 മുതൽ 2024 മെയ് 28 മുതൽ ഈ മെയ് 28 വരെ എടുത്ത് നോക്കിയാൽ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്കുള്ളൊരു എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ആ അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു മൈൻഡേ വിട്ടു കേട്ടോ. കാരണം പിന്നെ നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, പിന്നെ അധികം പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അപ്പോൾ പിന്നെ ഇപ്പം ഒരു ആസ്മ വരിക എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ എനിക്ക് മൂക്കടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴപ്പോൾ നമ്മൾ അപ്പം ചെക്കപ്പ് ചെയ്ത് നമ്മൾ അപ്പം അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയത്തുണ്ടായിരുന്നൊരു തോട്ട്. പക്ഷേ നമ്മൾ പ്രഗ്നൻ്റ് ആയപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻസ് വന്നു. അപ്പോഴും ഇത്രയും വലിയൊരു എമൗണ്ട് ഇതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പലതും നോക്കി. അങ്ങനെ ഒരു മെറ്റേണിറ്റി കവറേജ് ബിർള ഗ്രൂപ്പിൻ്റെയാണ് ഒരു മെറ്റേണിറ്റി കവറേജ് നമ്മൾ നോക്കിയത്. അതിൽ മെറ്റേണിറ്റി കവർ ആവും കേട്ടോ. പക്ഷേ ഒരു മാസം 3,000 രൂപ നമുക്ക് EMI ആയിട്ട് നമുക്ക് അതിനകത്തും പോകും, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം എനിക്ക് തോന്നി ഞാൻ വർക്ക് ചെയ്യുന്നില്ല, എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. സോ ഞാൻ വർക്ക് ചെയ്യാതെ ഷാങ്ങിനെ കൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക്, കാരണം വേറെ നമുക്ക് പല EMIകളും ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഈ മെറ്റേണിറ്റി കവറേജ് എടുക്കണ്ട, അല്ലാത്ത നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്ലാൻ സ്കിപ്പ് ചെയ്തു. ബിക്കോസ് പിന്നെ അത് മാത്രം 3 മാസത്തിനകത്ത് എടുക്കണം.
അതാണ് പ്രത്യേകത. നമ്മളിത് സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ 3 മാസം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അത് എടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും ഓർത്തിട്ട് ആ ഒരു പ്ലാൻ സ്കിപ്പ് ചെയ്ത് നമ്മൾ നോർമൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറി. അപ്പോൾ നമ്മൾ പിന്നെ എടുക്കുന്നൊരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും നമുക്കൊരു സെക്കൻഡ് ബേബി ഏതെങ്കിലും കാലത്ത് നമുക്കൊരു സെക്കൻഡ് ബേബി വേണം എന്ന് തോന്നുന്ന സമയത്ത് ആ കുഞ്ഞിന് മെറ്റേണിറ്റി കവറേജ്, അതായത് ആ പ്രഗ്നൻസിക്ക് മെറ്റേണിറ്റി കവറേജ് കിട്ടുന്ന പോലെ എടുക്കാം എന്നുള്ളൊരു പ്ലാൻ എത്തി. കാരണം ഫസ്റ്റ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ എനിക്ക് 5 months ആയി. അപ്പോൾ സോ ഈ 5 months ആയിട്ട് ഇനി മെറ്റേണിറ്റി കവറേജ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഇതിൽ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വേറെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല, പക്ഷേ എൻ്റെ ഒരു അറിവ് ഞാൻ പറയാം. കാരണം ഇതെന്തായാലും നിങ്ങൾ എടുത്ത് വെച്ചോളൂ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം തന്നെ അറിയാലോ, ഒരുപാട് ചിലവും ഒരുപാട് എക്സ്പെൻസുമാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് കാണിച്ചു കൊടുത്താൽ കുറേയൊക്കെ നമ്മുടെ ഒരു ആശുപത്രി ചിലവ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ തകർക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ വലിയ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ആളാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റേണിറ്റി സ്റ്റാർട്ട് ചെയ്ത കാരണം മെറ്റേണിറ്റി കവറേജ് കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ല നമുക്ക് എടുക്കാൻ പറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കോൺടാക്ട് ചെയ്ത് പോളിസി ബസാറിനെ കേട്ടോ. പോളിസി ബസാറിൽ സ്റ്റാഫുണ്ട് എബിൻ. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് നമ്മൾ നമ്പർ രജിസ്റ്റർ ചെയ്യല്ലോ പോളിസി ബസാറിൽ. അങ്ങനെ ഫസ്റ്റ് എബിൻ എന്ന് പറയുന്നൊരു പുള്ളിയാണ് എന്നെ കോൺടാക്ട് ചെയ്ത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് എടുത്തത്, അതായത് മെയ്യിലാണ് എടുത്തത്. ഈ സെപ്റ്റംബർ തൊട്ട് മെയ് വരെ എന്നെ എപ്പോഴും വിളിക്കും. അതായത് മിക്കവാറും ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും അവർ കോൺടാക്ട് ചെയ്യും. മാഡം എടുത്തോളൂ എന്ന് തോന്നുന്നു. അന്നേ അത് കേട്ടിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പാട് ലാസ്റ്റിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോളിസി ബസാറിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പോളിസി ബസാറിൽ ഞാൻ നമ്പറൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതായത് ICICI ബാങ്കിൻ്റെ എലവേറ്റ് എന്ന് പറയുന്നൊരു പോളിസിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അതിലാണ് ആസ്മയുടെ കവറേജ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യ പ്രശ്നം മുൻനിർത്തി, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആണ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരാൾ സ്റ്റാറിൻ്റെ ഹെൽത്ത് എടുത്തു, സ്റ്റാർ കെയറിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ പോയി തലവെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ അസുഖത്തിനും ചിലപ്പോൾ അതിനകത്ത് കവറേജ് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നേക്കാൻ മുന്നേ ഫുൾ, അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറോളം ഈ പുള്ളിക്കാരൻ നമ്മൾ ആദ്യം വേറൊരു കവറേജ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3000 രൂപയുടെ മന്ത്ലി വരുന്നത്, അത് നമ്മൾ എടുക്കാൻ വിചാരിച്ച സമയത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ 1 മണിക്കൂറോളം കേട്ടും. അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമുക്കത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ സെക്കൻഡ് എടുത്ത ഈ ഒരു ICICI ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, അത് എടുക്കുന്ന സമയത്തും 1 മണിക്കൂറാണ് പുള്ളി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് വെറുതെ ഒന്നും പോയിട്ട് എടുക്കാതെ ഒരു ഫുൾ നമ്മൾ സിറ്റിംഗ് എടുത്ത് അതിനെപ്പറ്റി മുഴുവൻ അറിഞ്ഞിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു, നമ്മളത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ട് കാരണം, അപ്പോൾ നമ്മൾ ഈ കാർഡ് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുന്ന സമയത്തേ നമ്മളിത് പ്രതീക്ഷയിലാവുമല്ലോ ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അസുഖം ഇതിനകത്ത് കവറേജ് അല്ല, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഈ ഇൻഷുറൻസിനകത്ത് കവറേജ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ബുദ്ധിമുട്ടും. അപ്പോൾ ഞാൻ ആസ്മ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കവറേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാം അതിനകത്ത് വരും കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഒരു അഡ്മിഷന് 5 lakhs വരെയാണ് നമുക്ക് കവറേജ് കിട്ടുക. അത് നമ്മൾ പ്രത്യേകിച്ച് ആസ്മ പോലുള്ള അസുഖത്തിന് നമ്മൾ പോളിസി എടുത്തിട്ട് 31ാമത്തെ ദിവസം കഴിഞ്ഞിട്ടേ കവറേജ് കിട്ടുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഓരോ പോലെയാണ്. ആക്സിഡൻറ്റ് കേസ് പോലെ സഡൻ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ ഈ 31 ദിവസം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഫസ്റ്റ് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം തന്നെ അത് കവറേജ് ആയിപ്പോവും. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. പക്ഷേ പ്രഗ്നൻസിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ കുറച്ചൊക്കെ കോംപ്ലിക്കേഷൻസ്, കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ വലിയൊരു എക്സ്പെൻസീവ് സൈഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരെങ്കിലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും പ്ലാൻ ചെയ്യണം. എനിക്ക് എന്തായാലും
ചെറിയൊരു അബദ്ധം പറ്റി. ഇനി ഇപ്പം നമുക്കറിയില്ല, നമ്മളെ ഭാവിയെ എന്താ പറയുക, നമുക്ക് കാണാനുള്ള കഴിവൊന്നും ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ഇനിയൊരു സെക്കൻഡ് ബേബി ഏതെങ്കിലും സമയത്ത് നമുക്ക് അങ്ങനത്തെ പ്ലാനിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തായാലും എനിക്ക് ഇപ്പോഴത്തെ ഏജിനേക്കാൾ കൂടുതലാവുമല്ലോ അന്നത്തെ ഏജ്. അപ്പോൾ ഇതിനേക്കാൾ മേ ബി കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും, മേ ബി കോംപ്ലിക്കേഷൻസേ ഉണ്ടാവില്ല, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് കവറേജ് ഈ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എടുക്കുമ്പോൾ. ഇപ്പം ഞാൻ മെറ്റേണിറ്റി കവറേജ്, സെക്കൻഡ് ബേബിക്കുള്ള മെറ്റേണിറ്റി കവറേജ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആസ്മയുടെ ബുദ്ധിമുട്ട്, അതായത് ഇത് ഞാൻ ആസ്മ എന്ന് എടുത്ത് പറയാൻ കാരണം ആസ്മയുടെ ഹോസ്പിറ്റലൈസേഷൻ അതിന് കവറേജ് കിട്ടുന്ന നമ്മുടെ പാക്കേജുകൾ, ഇൻഷുറൻസ് പാക്കേജുകൾ വളരെ കുറവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ICICIയുടെ എലവേറ്റ് എന്ന് പറയുന്ന പാക്കേജിന് എടുക്കാൻ കാരണം. ശ്വാസം മുട്ടുള്ള ആളുകൾക്കും ചിലപ്പോൾ വേറെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ചെന്ന് പെടുകയും ചെയ്യും, അവസാനം കിട്ടാത്തൊരവസ്ഥയാവും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ച് കുറേ, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയ അന്വേഷണം നമ്മൾ മെയ് മാസത്തിലാണ്, 2025 മെയ് മാസത്തിലാണ് അത് അവസാനിച്ചത്. പക്ഷേ ആ അവസാനിക്കുന്ന സമയത്ത് മെറ്റേണിറ്റി കവറേജ് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ലൈഫിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മസ്റ്റായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. കാരണം അതിനൊരു 1000 രൂപയുള്ളൂ. 1000 രൂപ എങ്ങനെയെങ്കിലും നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഒരുപാട് വലിയ തുകയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള, വേറെ ഒന്നിനും നമ്മളൊരു എക്സ്ട്രാ ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊന്നും വേണ്ടി, നമ്മുടെ ലൈഫ് സേവിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പറ്റുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുക്കണം. പ്രത്യേകിച്ച് മെറ്റേണിറ്റിയെ പറ്റി, അതായത് ബേബി പ്ലാനിങ്ങോ ഫാമിലി പ്ലാനിങ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. എന്നിട്ട്, അതായത് വെറും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, മെറ്റേണിറ്റി കവറേജ് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമ്മളൊരു ഫാമിലി പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈവൻ സ്കാനിങ്, അതുപോലെ തന്നെ കുറേ NIPT മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റിന് 12,000 13,000 രൂപയൊക്കെയാണ് ഒരു ബ്ലഡ് ടെസ്റ്റിന് വരുന്നത്. ഞാൻ ചെയ്ത ഒരാളാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ബില്ലുകളൊക്കെ ഇതിനകത്ത് കവറായി പോകും. എനിക്കൊരു മെറ്റേണിറ്റി പ്ലാൻ അല്ലെങ്കിൽ മെറ്റേണിറ്റി പ്ലാനിലൊരു കവറേജ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളതൊന്നും ചെയ്തില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫേസിലൂടെ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എടുത്തു. കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. പക്ഷേ ഇനി ബേബി പ്ലാനിങ് ഫാമിലി പ്ലാനിങ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി പ്ലാനിങ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കാൻ മെറ്റേണിറ്റി കവറേജ് കിട്ടുമെന്നില്ല. അങ്ങനെ കിട്ടുന്ന ഉറപ്പ് വരുത്തിയിട്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് അവരോട് തുറന്ന് പറയാം, ഇങ്ങനെയാണ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കവറായി പോകുന്ന കവറേജസ് ആവും നമുക്ക് അവർ തരാം. അങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നിസ്സാര കാര്യമല്ല എന്ന് എനിക്ക് ഈ കുറച്ച് ദിവസത്തിൽ മനസ്സിലായി. സോ ഞാൻ എന്തായാലും ഇനി കൂടുതൽ വിവരിച്ച് ശല്യപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ പറഞ്ഞു, 1000 രൂപയാണ് മാക്സിമം ഒക്കെ നമുക്കൊരു മാസം പോകും. അല്ലെങ്കിൽ പിന്നെ വലിയ ഹൈ ക്ലാസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമെന്ന് ഞാൻ പറയണില്ല കേട്ടോ, 3000 രൂപയൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെറ്റേണിറ്റി കവർ ആവുന്ന ഹെൽത്ത് ഇൻഷുറൻസിനും എല്ലാത്തിനും 3000 ഒന്നുമില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അന്വേഷിച്ചത് കൊണ്ടാണ് നമുക്ക് ആ 3000 രൂപ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ബേബി പ്ലാനിങ് ഒക്കെ തുടങ്ങുന്ന സമയത്തിന് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ മേ ബി ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ ചോദിച്ചത്, നമ്മൾ ഇതായതിനു ശേഷം ചോദിച്ച ഒരു പോളിസീനെ പറ്റി നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെറ്റേണിറ്റി കവറേജ് ഉണ്ട്, 1000 സംതിങ് അങ്ങനെ എന്തോ ഉള്ളൂ മാസം പേയ്മെൻറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഈ പോളിസി നമുക്ക് കവറേജായി കിട്ടണമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരാളായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റിംഗ് ഒക്കെ എടുത്ത് നന്നായി സംസാരിച്ചതിന് ശേഷം മാത്രം പോയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്കൊരു മെച്ചമാവും. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊരു ലൈഫിൽ എടുത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പറ്റുകയാണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളാവും, ഉറപ്പാണ് നല്ല ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് എന്താ പറയുക, നീട്ടി കൊണ്ടുപോകുന്നില്ല. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളുകളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഇല്ലാത്ത ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ്, ഇല്ലാത്ത
ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായിരിക്കും ടാറ്റാ.